ശിവ മൂന്നാൾക്കുള്ള ഐസ്ക്രീം വാങ്ങി വന്നപ്പോഴേക്കും വിഷ്ണുവും ഭദ്രയും അവർക്കടുത്തേക്ക് എത്തിയിരുന്നു. ശിവ മിത്രയ്ക്ക് ഇഷ്ടമുള്ള വാനില ഫ്ലേവർ ഐസ്ക്രീം അവൾക്ക് നേരെ നീട്ടി. അവളത് സന്തോഷത്തോടെ വാങ്ങാൻ കൈ നീട്ടിയപ്പോഴേക്കും ഭദ്ര അതിൽ പിടിച്ചിരുന്നു. ശിവ ഭദ്രയുടെ മുഖത്തേക്ക് നോക്കി. മിത്രയും അവളെ നെറ്റി ചുളിച്ചുകൊണ്ട് നോക്കി. "എന്താ ഭദ്രേ, നിനക്ക് ചോക്ലേറ്റ് ഫ്ലേവർ അല്ലേ ഇഷ്ടം? ഇത് മിത്രയ്ക്കുള്ളതാ," ശിവ പറഞ്ഞു. "അതെ ഭദ്രേ, നിനക്ക് വാനില ഇഷ്ടമല്ലല്ലോ. പിന്നെന്താ, അത് ശിവ അവൾക്ക് വാങ്ങിയതല്ലേ. പിന്നെ നീ എന്താ ഇതിൽ പിടിച്ചു നിൽക്കുന്നത്?" വിച്ചു ഈർഷ്യയോടെ ചോദിച്ചു. "ആ, എനിക്കിഷ്ടമല്ലായിരുന്നു. പക്ഷേ ഇന്ന് എനിക്കിത് മതി." അതും പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് അവൾ ശിവയുടെ കയ്യിൽ നിന്നും അത് പിടിച്ചു വാങ്ങി. ശിവയും വിച്ചുവും ഭദ്രയെ ദേഷ്യത്തോടെ നോക്കി. "ഇങ്ങനെ വാശി കാണിക്കരുത് ഭദ്രേ, നിനക്ക് കുറച്ച് കൂടുന്നുണ്ട്. അത് മിത്രയ്ക്ക് കൊടുക്ക്," വിച്ചു ശബ്ദമുയർത്തി. ശിവയ്ക്ക് നന്നായി ദേഷ്യം വരുന്നുണ്ടായിരുന്നു. "എൻ്റെ പെണ്ണിന് വേണ്ടി അത്രയും സ്നേഹത്തോടെ വാങ്ങിച്ചതാണ്. ഭദ്രയ്ക്കിഷ്ടം ചോക്ലേറ്റ് ഫ്ലേവറാണ്. ഇതെൻ്റെ സ്ത്രീയെ വിഷമിപ്പിക്കാൻ ഇവൾ മനഃപൂർവ്വം ചെയ്തതാ." അവൻ സങ്കടത്തോടെ മിത്രയുടെ മുഖത്തേക്ക് നോക്കി. അവിടെ താൻ പ്രതീക്ഷിക്കാത്ത ഭാവം കണ്ട് ശിവ മിത്രയെ മിഴിച്ചു നോക്കി. ഭദ്രയെ തന്നെ ദേഷ്യത്തോടെ നോക്കി പല്ലുകൾ കടിക്കുകയായിരുന്നു മിത്ര അപ്പോൾ. ശിവ അത്ഭുതത്തോടെ അവളെ നോക്കി. മിത്രയെ ഇടങ്കണ്ണിട്ട് നോക്കിയ ഭദ്രയ്ക്ക് അവളുടെ മുഖത്തെ ഭാവം കണ്ട് സന്തോഷം തോന്നി. അവൾ മിത്രയെ പുച്ഛത്തോടെ ഒന്ന് നോക്കിക്കൊണ്ട് ഐസ്ക്രീം നുണയാനായി വായ്ക്കടുത്തേക്ക് അടുപ്പിച്ചതും മിത്ര പെട്ടെന്ന് അവളുടെ കയ്യിൽ നിന്നും അത് പിടിച്ചു വാങ്ങി. അതും കൂടി ആയതും ശിവയുടെ ഞെട്ടൽ പൂർണ്ണമായി. വിച്ചു മിത്രയെ മിഴിച്ചു നോക്കി. പക്ഷേ ഭദ്രയുടെ ചുണ്ടിൽ ഒരു കള്ളച്ചിരിയാണ്. അവളത് മറച്ചു വെച്ചുകൊണ്ട് മിത്രയെ കൂർപ്പിച്ചു നോക്കി. മിത്ര അവളെ നോക്കി പുച്ഛിച്ചു. "അതെനിക്ക് വേണം, ഇങ്ങോട്ട് താ," ഭദ്ര കപട ദേഷ്യത്തോടെ പറഞ്ഞു. മിത്ര അവളെ ദേഷ്യത്തോടെ നോക്കി. "എന്താടി?" ഭദ്ര അവൾക്ക് നേരെ ശബ്ദമുയർത്തി. "നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ നിന്റെ ഭർത്താവിനോട് പറയും നിനക്ക് വാങ്ങിത്തരാൻ. ഇതെനിക്ക് വേണ്ടി എൻ്റെ ദത്തേട്ടൻ വാങ്ങിയതാ. അതങ്ങനെ മോള് കഴിക്കണ്ട. വേണേൽ ഇത് തിന്നോ." അതും പറഞ്ഞ് ശിവയുടെ കയ്യിലുണ്ടായിരുന്ന ഒരു ചോക്ലേറ്റ് ഐസ്ക്രീം എടുത്ത് മിത്ര ഭദ്രയുടെ കയ്യിൽ വെച്ച് കൊടുത്തുകൊണ്ട് അവളെ പുച്ഛിച്ചു നോക്കി മുന്നോട്ട് നടന്നു. ശിവയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. എൻ്റെ പഴയ കുറുമ്പി സ്ത്രീയാണത്, അവൻ പുഞ്ചിരിയോടെ മനസ്സിലോർത്തു. പിന്നെ എന്തോ ഓർത്തതുപോലെ അവൻ അവൻ്റെ കയ്യിൽ ബാക്കിയുണ്ടായിരുന്ന ഐസ്ക്രീം വിച്ചുവിൻ്റെ കയ്യിൽ കൊടുത്ത് ഭദ്രയുടെ ചെവിയിൽ അമർത്തി നുള്ളി. "ആ!" ഭദ്ര വേദന കൊണ്ട് തുള്ളുന്നത് കണ്ടതും വിച്ചു അവളുടെ കയ്യിൽ നിന്നും പെട്ടെന്ന് ഐസ്ക്രീം വാങ്ങിപ്പിടിച്ചു. ഭദ്ര അവനെ കൂർപ്പിച്ചു നോക്കി. "കിട്ടാനുള്ളതെല്ലാം വാങ്ങിയിട്ട് വാ, ഇത് തറയിൽ പോവും, അതാണ് ഈ." അവൻ അതും പറഞ്ഞുകൊണ്ട് അവളെ നോക്കി ഇളിച്ചു കൊടുത്ത് ഐസ്ക്രീം കഴിക്കാൻ തുടങ്ങി. "ശിവേട്ടാ, നോവുന്നു," ഭദ്ര വേദനയോടെ പറഞ്ഞു. "നോവട്ടെ, നിനക്ക് നല്ലോണം നോവട്ടെ," അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ ചെവിയിൽ ഒന്നുകൂടി അമർത്തി പിടിവിട്ടു. "വിച്ചേട്ടാ." അവരെ നോക്കാതെ ഐസ്ക്രീം ആസ്വദിച്ചു നുണയുന്ന വിച്ചുവിനെ കണ്ട് അവളുടെ മുഖം വീർത്തു. അവളുടെ നോട്ടം കണ്ടതും അവൻ അവളുടെ ഐസ്ക്രീം അവളുടെ കയ്യിൽ വെച്ച് കൊടുത്തു. "കിട്ടേണ്ടതൊക്കെ കിട്ടിയില്ലേ, ഇനി വാ നമുക്ക് പോവാം," വിച്ചു അവളെ കളിയാക്കി. അവൾ അവനെ കൂർപ്പിച്ചു നോക്കി. ഭദ്ര ശിവയുടെ മുഖത്തേക്ക് നോക്കി. അവിടെ മുഴുവൻ ദേഷ്യമാണ്. "നേരത്തെ പ്ലാൻ ചീറ്റിപ്പോയില്ലേ, അതുകൊണ്ട് വെറുതെ അടുത്തൊരു പ്ലാൻ നോക്കിയതാ. അത് സക്സസ് ആയിട്ട് എൻ്റെ ചെവി പോയി." അവൾ ശിവയെ നോക്കി മുഖം വീർപ്പിച്ചു. "അവളെ വിഷമിപ്പിച്ചില്ലേ, അതുകൊണ്ടാ," അവൻ ഗൗരവത്തോടെ പറഞ്ഞു. "ഓ, വിഷമിപ്പിക്കാത്ത ഒരാള് നിങ്ങൾ കാണിക്കുന്നതിൻ്റെ പകുതി പോലും ഞാൻ അവളോട് ചെയ്തിട്ടില്ല," ഭദ്ര വീറോടെ പറഞ്ഞു. "അവൾ എൻ്റെയാണ്," അവനും മറുപടി കൊടുത്തു. "ഓ," ഭദ്ര പുച്ഛിച്ചു. അത് കണ്ടപ്പോൾ ശിവയ്ക്ക് ചിരി വന്നു പോയി. "നിങ്ങളുടെ ഭാര്യയെ പഴയ പോലെ ആക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്, എന്നിട്ട് എന്നെ നിങ്ങൾക്ക് ഒരു വിലയില്ല," ഭദ്ര ഇല്ലാത്ത സങ്കടത്തോടെ പറഞ്ഞു. "അറിയാം മോളെ, പക്ഷേ ഞാനല്ലാതെ ആരെങ്കിലും അവളെ സങ്കടപ്പെടുത്തിയാൽ എനിക്കത് സഹിക്കില്ല," അവൻ പറഞ്ഞു. അവളൊന്ന് പുഞ്ചിരിച്ചു. "ഇപ്പോൾ കുറച്ചു മുന്നേ കണ്ടില്ലേ നിങ്ങളുടെ പഴയ കുറുമ്പിയെ?" അവൾ ചോദിച്ചപ്പോൾ അവൻ ചിരിയോടെ തലയാട്ടി. മിത്ര അവരുടെ അടുത്തേക്ക് നടന്നു വരുന്നത് കണ്ടതും രണ്ടാളും പെട്ടെന്ന് സംസാരം നിർത്തി. "നിങ്ങൾ പോവുകയോ വിഷ്ണുവേട്ടാ?" അവൾ ഭദ്രയെ കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് വിച്ചുവിനോട് ചോദിച്ചു. അപ്പോഴേക്കും അവളുടെ കയ്യിലുണ്ടായിരുന്ന ഐസ്ക്രീം കഴിഞ്ഞിട്ടുണ്ട്. "ഞങ്ങൾക്ക് പോകാറാകുമ്പോൾ ഞങ്ങൾ പൊക്കോളാം, അതിന് നിനക്കെന്താ?" ഭദ്ര കലിപ്പിട്ടു. മിത്ര അവളെ നോക്കി പുച്ഛിച്ചു. രണ്ടാളുടെയും കുറുമ്പോടെയുള്ള സംസാരം കേട്ട് വിച്ചുവും ശിവയും പരസ്പരം നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. "ഞങ്ങൾ പോവാ മോളെ, ഇനിയും വൈകിയാൽ ശരിയാവില്ല. അമ്മയും വിദ്യയും അവിടെ ഒറ്റയ്ക്കല്ലേ," വിച്ചു പറഞ്ഞപ്പോൾ മിത്ര തലകുലുക്കി. അല്പനേരം കൂടി കഴിഞ്ഞതും ഭദ്രയും വിച്ചുവും ശിവയോടും മിത്രയോടും പറഞ്ഞുകൊണ്ട് മടങ്ങിപ്പോയി. ഭദ്ര ഗൗരവത്തോടെയാണ് അവളോട് പോവുകയാണെന്ന് പറഞ്ഞതെങ്കിലും മിത്രയുടെ ചുണ്ടിൽ പുഞ്ചിരിയായിരുന്നു. അവരങ്ങോട്ട് പോയതും മിത്ര അല്പം മുന്നോട്ട് നടന്ന് മണലിലായി ഇരുന്നു. "നിനക്ക് കടലിറങ്ങാൻ ആഗ്രഹമുണ്ടായിരുന്നോ?" അവൾക്ക് വേണ്ടി ഒരു ഐസ്ക്രീം കൂടി വാങ്ങിക്കൊടുത്തുകൊണ്ടായിരുന്നു ശിവയുടെ ചോദ്യം. അവളൊന്ന് മൂളിക്കൊണ്ട് ഐസ്ക്രീം നുണഞ്ഞു. "എന്നാ വാ," അവൻ പറഞ്ഞു. അവൾ അവനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവൻ്റെ തോളിലേക്ക് ചാഞ്ഞു. ശിവ അവളെ ചേർത്തു പിടിച്ചു. "എന്തേ?" അവൻ മൃദുവായ സ്വരത്തിൽ ചോദിച്ചു.
ഇനിയിപ്പോൾ വേണ്ട, എനിക്ക് സങ്കടമൊന്നുമില്ല ശിവേട്ടാ, അവൾ പറഞ്ഞു. നിനക്ക് നല്ല ഇഷ്ടമല്ലേ? അവൻ വീണ്ടും ചോദിച്ചു. പിന്നെ കൊണ്ടുവന്നാൽ മതി എന്നെ, ഞാനും ശിവേട്ടനും മാത്രം മതിയെന്ന്. അവളുടെ ശബ്ദം പതിഞ്ഞുപോയി. അവനൊന്ന് മൂളി. ഞാൻ ഐസ്ക്രീം കഴിച്ചില്ല കേട്ടോ, അവൻ കുറുമ്പോടെ പറഞ്ഞു. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അതിന് ശിവേട്ടന് ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഇഷ്ടമല്ലല്ലോ, അവൾ നെറ്റി ചുളിച്ചു. അല്ല, പക്ഷേ നീ കഴിക്കുന്ന കണ്ടപ്പോൾ ഒരു കൊതി, ശിവ പറഞ്ഞു. എന്നാ കഴിച്ചോ, അവൾ പുഞ്ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവന് നേരെ ഐസ്ക്രീം നീട്ടി. ഇത് വേണ്ട, അവൻ കുറുമ്പോടെ പറഞ്ഞു. അവളുടെ നെറ്റി ചുളിഞ്ഞു. പിന്നെ, അവൾ സംശയത്തോടെ ചോദിച്ചു. അവൻ പെട്ടെന്ന് അവളെ അവൻ്റെ അടുത്തേക്ക് ഒന്നുകൂടി ചേർത്തു പിടിച്ചു. ഇടുപ്പിൽ അവൻ്റെ കൈകൾ മുറുകി. മിത്രയുടെ കണ്ണു മിഴിഞ്ഞു. അവൻ്റെ നോട്ടം അവളുടെ ചുണ്ടിൻ കോണിൽ പറ്റിപ്പിടിച്ചു കിടക്കുന്ന ഐസ്ക്രീമിലായിരുന്നു. ശിവേട്ട, അവൻ്റെ നോട്ടം കണ്ടതും അവൾ വിറയലോടെ വിളിച്ചു. പക്ഷേ അവൻ അപ്പോഴേക്കും അവളുടെ മുഖത്തിനടുത്തേക്ക് മുഖം അടുപ്പിച്ചു കഴിഞ്ഞിരുന്നു. ആരെങ്കിലും കാണും. അവളുടെ കണ്ണുകൾ പിടപ്പോടെ 4 പാടും പാഞ്ഞു. എന്നെ നോക്കടി, അവൻ പറഞ്ഞു. അവൾ അവനെ വിറയലോടെ നോക്കിയ അതേ നിമിഷം ശിവ താഴ്ന്നു വന്ന് അവളുടെ ചുണ്ടിനോരം പറ്റിപ്പിടിച്ചിരിക്കുന്ന ഐസ്ക്രീമിനെ അവൻ്റെ നാവിനാൽ നുണഞ്ഞെടുത്തു കഴിഞ്ഞിരുന്നു. മിത്ര വിറച്ചുപോയി. ശിവ അവളിൽ നിന്നും മുഖമുയർത്തി. നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ, ഒറ്റക്കണ്ണിറുക്കി കുറുമ്പോടെ അവൻ അവളോട് രഹസ്യം പോലെ പറയേ. ആ വാക്കുകളിൽ ചുവന്നു പോയിരുന്നു മിത്ര. പിന്നെയും കുറച്ചു നേരം കൂടി അവിടെ നിന്നതിന് ശേഷമാണ് അവർ തിരികെ മടങ്ങിയത്. തിരികെ പോകുമ്പോൾ ഒരു ഹോട്ടലിന് മുന്നിൽ അവൻ വണ്ടി നിർത്തിയതും അവളുടെ മുഖം മങ്ങി. അച്ഛനെ കാണാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞതുകൊണ്ട് ഇന്ന് തന്നെ കൊണ്ടുപോകുമെന്നാണ് അവൾ കരുതിയിരുന്നത്. പക്ഷേ ഭക്ഷണം കഴിച്ചിട്ട് വീട്ടിലേക്ക് മടങ്ങാനാണ് പ്ലാനെന്ന് അവൾക്ക് മനസ്സിലായി. ഭക്ഷണം കഴിക്കുമ്പോഴും അവൾ സൈലന്റ് ആയിരിക്കുന്നത് ശിവ ശ്രദ്ധിച്ചു. അതിൻ്റെ കാരണം എന്താണെന്ന് അവനും അറിയാമായിരുന്നു. അവളെ വീട്ടിൽ കൊണ്ടുപോയി അവളുടെ അച്ഛനെ കാണിച്ചു കൊടുക്കണമെന്ന് തന്നെയാണ് കരുതിയിരുന്നത്. പക്ഷേ അവൾ പറയുമ്പോഴേക്കും അവളുടെ ആഗ്രഹം സാധിച്ചു കൊടുത്താൽ തനിക്ക് അവളോടൊരു ദേഷ്യമില്ലെന്ന് അവൾ കരുതും. അത് പാടില്ല. അച്ഛനെ കല്യാണത്തിന് കണ്ടതല്ലേ, ഇപ്പോൾ കാണണ്ട. നിന്നെ എന്നിൽ നിന്നും അകറ്റിയതിന് അയാളും കാരണക്കാരനാണല്ലോ. പിന്നെ എനിക്ക് നിന്നോട് ഇപ്പോഴും എന്തിനോ ഒരു ദേഷ്യമുണ്ട്, അവൻ മനസ്സിൽ ചിന്തിച്ചു. വേഗം കഴിക്കേ, വീട്ടിൽ പോകണം, അവൻ ഗൗരവത്തോടെ പറഞ്ഞു. അവളൊന്ന് മൂളിക്കൊണ്ട് പെട്ടെന്ന് കഴിച്ചെഴുന്നേറ്റു. ബുള്ളറ്റിൽ വീട്ടിലേക്ക് മടങ്ങുമ്പോഴും അവളുടെ മുഖം വീർത്തു തന്നെയിരുന്നു. എന്തായിട്ട് നിന്റെ മുഖത്ത് കടന്നൽ വല്ലതും കുത്തിയോ, മിററിലൂടെ നോക്കി അവൻ ഗൗരവത്തോടെ ചോദിച്ചു. അവൾ ഇല്ലെന്ന് മൂളി. അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. കണ്ണു തുടക്കി, റോഡാണ്, അവൻ ദേഷ്യത്തോടെ പറഞ്ഞു. അച്ഛയെ കാണണം, അവൾ സങ്കടത്തോടെ പറഞ്ഞു. പിന്നെ ഒരു ദിവസം കൊണ്ടുപോകാം, മോങ്ങാൻ നിൽക്കണ്ട. എനിക്ക് ദേഷ്യം വന്നാൽ ഞാനിവിടെ എവിടെയെങ്കിലും ഇറക്കി എൻ്റെ പാട് നോക്കി പോവും, അവൻ ശബ്ദമുയർത്തി. അവൾ ചുറ്റുമൊന്ന് പേടിയോടെ നോക്കിക്കൊണ്ട് പെട്ടെന്ന് അവനെ വട്ടം ചുറ്റിപ്പിടിച്ച് അവൻ്റെ മുതുകിൽ മുഖം അമർത്തി വെച്ചു. ശിവയുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. ഞാനെങ്ങാനും ഇവിടെ ഇറക്കി വിട്ടാലോന്ന് പേടിച്ചിട്ടാണ്. പെണ്ണിന് ഇരുട്ട് പേടിയാണ്. അവന് ചിരി വന്നെങ്കിലും അവൻ അതൊരു പുഞ്ചിരിയിലൊതുക്കി വണ്ടി ഒന്നുകൂടി സ്പീഡിൽ ഓടിച്ചു. വീട്ടിലെത്തി ബുള്ളറ്റ് നിർത്തി രണ്ടാളും ഡോർ തുറന്ന് അകത്തേക്ക് കയറി. മിത്രയ്ക്കൊന്ന് മേല് കഴുകണമെന്ന് ഉണ്ടായിരുന്നു. പക്ഷേ പുറത്തേക്ക് പോണ്ടേ, എന്തു ചെയ്യും? അവൾ മുഖം ചുളിച്ചു. അവളുടെ നിൽപ്പ് കണ്ട് ശിവ സംശയത്തോടെ അവളെ നോക്കി. ശിവേട്ട, അവനൊന്നും മിണ്ടാതെ റൂമിലേക്ക് കയറാൻ തുടങ്ങിയതും പുറകിൽ നിന്നും മിത്രയുടെ വിളി വന്നു. അവൻ എന്താ എന്ന പോലെ അവളെ തിരിഞ്ഞു നോക്കി. അവൾ അവനെ നോക്കി നന്നായൊന്ന് ചിരിച്ചു കൊടുത്തു. അത് കണ്ട് ശിവയുടെ നെറ്റി ചുളിഞ്ഞു. അവൾക്ക് തന്നോട് എന്തോ പറയാനുണ്ടെന്ന് അവന് മനസ്സിലായി. അവളെ കേൾക്കാനായി അവൻ അവളെ തന്നെ ഉറ്റുനോക്കി നിന്നു. എന്താടി ഇങ്ങനെ വിളിച്ചുകൊണ്ട് നിൽക്കുന്നത്, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയേ, എനിക്കൊന്ന് കിടക്കണം, അവൻ ഗൗരവത്തോടെ പറഞ്ഞു. അവൾ വീണ്ടും അവനെ നോക്കി ഒന്ന് ചിരിച്ചു കൊടുത്തു. അത് കണ്ട ശിവ അവളെ കൂർപ്പിച്ചു നോക്കി. മിത്രയുടെ തല താഴ്ന്നു. അത് പിന്നെ എനിക്കൊന്ന് കുളിക്കാൻ, അവൾ അവനെ നോക്കാതെ പറഞ്ഞുകൊണ്ട് പതുക്കെ അവനെ ഒന്ന് മുഖമുയർത്തി നോക്കി. അവൻ്റെ നെറ്റി ചുളിഞ്ഞിരുന്നു. കുളിക്കണമെന്നുണ്ടെങ്കിൽ കുളിക്ക്, എന്താ ഞാനിനി നിന്നെ കുളിപ്പിച്ചു തരണോ? പുച്ഛത്തോടെയായിരുന്നു ആ ചോദ്യമെങ്കിലും ആ വാക്കുകളിൽ നിറഞ്ഞു നിന്നിരുന്നത് കുറുമ്പായിരുന്നു. മിത്രയൊന്ന് ഞെട്ടി. അയ്യേ വേണ്ട, അതല്ല, അവൾ ചമ്മലോടെ പറഞ്ഞു. ഏതല്ല, അവൻ കുസൃതിയോടെ ചോദിച്ചു. പക്ഷേ ഇത്തവണ ആ ശബ്ദത്തിലെ കുറുമ്പ് അവൾക്ക് വ്യക്തമായി മനസ്സിലായിരുന്നു. അവളുടെ മുഖം ചുവന്നു. അവൻ ആ ചുവന്ന മുഖത്തേക്ക് തന്നെ പ്രണയത്തോടെ നോക്കി. അത് പിന്നെ ശിവേട്ട, എനിക്കൊന്ന് കുളിക്കാൻ, ഞാൻ ശിവേട്ടൻ്റെ ബാത്റൂം യൂസ് ചെയ്തോട്ടെ, അവൾ പതിഞ്ഞുപോയ ശബ്ദത്തിൽ ചോദിച്ചു. ഓ അതായിരുന്നോ, അവൻ മനസ്സിൽ ചിന്തിച്ചു. എൻ്റെ ബാത്റൂം അത് വേറെ ആരും ഉപയോഗിക്കുന്നത് എനിക്കിഷ്ടമല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ, നീ എൻ്റെ ബാത്റൂം ഉപയോഗിക്കണ്ട,
ആ ശബ്ദത്തിൽ ദേഷ്യം കലർന്നിരുന്നതുപോലെ അവൾക്ക് തോന്നി. അവളൊന്ന് മൂളുക മാത്രം ചെയ്തു. അവൻ അവളെ ഒന്ന് ഗൗരവത്തോടെ നോക്കിക്കൊണ്ട് റൂമിലേക്ക് നടന്നു. അവൻ പോയ വഴിയെ ഒന്ന് നോക്കിക്കൊണ്ട് അവൾ ഹാളിലെ സോഫയിലേക്കിരുന്നു. അങ്ങേരുടെ ഒരു ജാട. രാത്രി ആയതുകൊണ്ടല്ല ഞാൻ ബാത്റൂം യൂസ് ചെയ്തോട്ടെന്ന് ചോദിച്ചത്. എന്നിട്ട് പോ മിണ്ടില്ല ഞാൻ. അവൾ മുഖം വീർപ്പിച്ചാണ് അത് പറഞ്ഞതെങ്കിലും ആ കണ്ണുകൾ ചെറുതായൊന്ന് കലങ്ങിയിരുന്നു. ശിവ ഫ്രഷായി ഒരു മുണ്ട് മാത്രം ഉടുത്തുകൊണ്ട് തലയും തുവർത്തി ബാത്റൂമിൽ നിന്നും ഇറങ്ങി. ടവൽ സ്റ്റാൻഡിൽ വിരിച്ച ശേഷം അവൻ ബെഡിലേക്കൊന്ന് നോക്കി. ഈ പെണ്ണ് ഇതുവരെ വന്ന് കിടന്നില്ലേ? ഇനി അപ്പുറത്തെ റൂമിലെങ്ങാനും പോയി കിടന്നാവോ? എങ്കിൽ ശരിയാക്കും ഞാൻ അവളെ. ദേഷ്യത്തോടെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് അവൻ റൂമിന് പുറത്തേക്ക് നടന്നു. ഹാളിലേക്ക് ചെന്നപ്പോഴേ കണ്ടു അവിടെ സോഫയിലിരിക്കുന്ന മിത്രയെ അവൾ എന്തോ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. മിത്ര! അവൻ ദേഷ്യത്തോടെ അവളെ വിളിച്ചു. അവൻ്റെ ശബ്ദം കേട്ടതും അവൾ പെട്ടെന്ന് സോഫയിൽ നിന്നും എഴുന്നേറ്റ് നിന്നു. നീ എന്താ കിടക്കുന്നില്ലേ? സമയം ഒരുപാടായി, വന്ന് കിടക്കാൻ നോക്ക്, അവൻ ഗൗരവത്തോടെ പറഞ്ഞു. ഞാൻ കുളിച്ചില്ല ശിവേട്ടാ, അവൾ അവനെ നോക്കി ദയനീയമായി പറഞ്ഞു. അവൻ അവളെ കൂർപ്പിച്ചു നോക്കി. ഞാൻ നിന്നോട് നേരത്തെ ചോദിച്ചു ഞാൻ നിന്നെ കുളിപ്പിച്ച് തരണോന്ന്. നീ കുറെ നേരമായാലോ കുളിച്ചിട്ടില്ല എന്ന് പറയുന്നു, അവൻ ദേഷ്യത്തോടെ ചോദിച്ചു. എൻ്റെ കൂടെ വരുമോ പുറത്തേക്ക്? എനിക്ക് പേടിയായിട്ടാ, അവൾ ദയനീയമായി അവനോട് പറഞ്ഞു. അവൻ അവളെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. സത്യത്തിൽ അപ്പോഴാണ് അവൾ ഇത്രയും നേരം എന്തിനാണ് കുളിക്കണമെന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നതെന്ന് അവന് മനസ്സിലായത്. പേടിച്ചിട്ടാണ് പാവം. നടക്ക്, അവൻ ഗൗരവത്തോടെ പറഞ്ഞു. അവളുടെ മുഖം വിടർന്നു. ഇപ്പം വരാം, ഞാൻ മാറിയ ഡ്രസ്സ് ഒന്ന് എടുത്തോട്ടെ, അതും പറഞ്ഞുകൊണ്ട് അവൾ വേഗം അവൻ്റെ റൂമിലേക്ക് പോയി. ശിവ അവൾ പോകുന്നതൊന്ന് നോക്കി നിന്നു. എന്തിനാണ് ശിവ ഈ വാശി? അവൾ നിൻ്റെ ബാത്റൂം ഉപയോഗിച്ച എന്താ പ്രശ്നം? നീ എന്തൊരു ദുഷ്ടനാണ്. അവൾക്ക് വിഷമമായി കാണും, അവൻ സ്വയം മനസ്സിൽ പറഞ്ഞു. ആകട്ടെ, കുറച്ച് വിഷമിക്കട്ടെ, എന്നെ അവൾ വിഷമിപ്പിച്ചിട്ടില്ലേ? അവൻ വാശിയോടെ തന്നെ അതിന് മറുപടിയും കണ്ടെത്തി. മിത്ര മാറാനുള്ള ഡ്രസ്സ് എടുത്ത് അവന് മുന്നിൽ വന്നു നിന്നു. വേഗം വാ ശിവേട്ട, എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്, കുളിച്ചിട്ട് വേണം ഉറങ്ങാൻ, അവൾ പറഞ്ഞുകൊണ്ട് അവൻ്റെ കയ്യിൽ പിടിച്ചു. അവൻ അവൾ പിടിച്ചിരിക്കുന്ന അവൻ്റെ കയ്യിലേക്കും പിന്നെ അവളുടെ മുഖത്തേക്കും തറപ്പിച്ചു നോക്കി. അവൻ്റെ നോട്ടം കണ്ടതും അവൾ പെട്ടെന്ന് അവനിൽ നിന്നും കൈയെടുത്ത് അല്പം നീങ്ങി നിന്നു. സോറി, അവൾ തല താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു. അവൻ ഗൗരവത്തോടെ ഒന്ന് മൂളിക്കൊണ്ട് മുന്നിൽ നടന്നു. പുറകെ തന്നെ അവളും. ഈ മനുഷ്യൻ്റെ സ്വഭാവം മനസ്സിലാകുന്നില്ലല്ലോ, പലപ്പോഴും പല സ്വഭാവമാണ്. വെട്ടുപോത്ത്. അവൻ്റെ പുറകിൽ നടക്കുമ്പോൾ അവൾ പിറുപിറുത്തു. വെട്ടുപോത്ത് നിന്റെ തന്ത, അവൻ തിരിഞ്ഞു നിന്ന് അവളെ തുറച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു. അവൻ്റെ ദേഷ്യം കണ്ടപ്പോഴാണ് പിറുപിറുത്തത് അല്പം ഉറക്കെയായിപ്പോയെന്ന് അവൾക്ക് മനസ്സിലായത്. അവൾ അവനെ നോക്കിയൊന്ന് ഇളിച്ചു കൊടുത്തു. നടക്കടി അങ്ങോട്ട്, അവളുടെ ഒരു കിണി, അവൻ ദേഷ്യപ്പെട്ടു. അവളുടെ മുഖം വീർത്തു. ബാത്റൂമിൻ്റെ ഡോറിന് മുന്നിലെത്തിയതും അവൻ അവളുടെ കയ്യിൽ പിടിച്ചു. അവൾ എന്താ എന്ന പോലെ അവനെ നോക്കി. അവൻ്റെ ചുണ്ടിലൊരു കള്ളച്ചിരി, മുഖത്ത് കുറുമ്പാണ്. ഈ പ്രാന്തനെ കൊണ്ട് ഈശ്വര, എൻ്റെ ദത്തേട്ടന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? നേരത്തെ ദേഷ്യപ്പെട്ട ആളല്ലല്ലോ ഇപ്പോൾ. അവളൊന്ന് നിശ്വസിച്ചുകൊണ്ട് അവനെ നോക്കി. എന്താ ശിവേട്ട? അവൾ സംശയത്തോടെ ചോദിച്ചു. അല്ലടി ഭാര്യയെ, ഞാൻ ചിന്തിക്കുകയായിരുന്നു. അവൻ ചിരിയോടെ അവളെ നോക്കിക്കൊണ്ടൊന്ന് മീശ പിരിച്ചു വെച്ചു. എന്ത്? അവളിൽ സംശയം. അവൻ പെട്ടെന്ന് അവളെ അവൻ്റെ അടുത്തേക്ക് വലിച്ചു. അവൾ അവൻ്റെ നെഞ്ചിൽ പോയി തട്ടി നിന്നു. മിത്ര കണ്ണു മിഴിച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ അവളുടെ ഇടുപ്പിൽ കൈ അമർത്തിക്കൊണ്ട് അവളെ കുസൃതിയോടെ നോക്കി. എന്താ എന്താ ശിവേട്ട? അവൾ ചോദിച്ചു. അവനൊന്ന് പുഞ്ചിരിച്ചു. ഞാൻ നിൻ്റെ ഭർത്താവല്ലേ, അങ്ങനെയുള്ളപ്പോൾ നിൻ്റെ സ്വന്തമായതല്ല എൻ്റേതല്ലേ ഭാര്യയെ? അവൻ കള്ളച്ചിരിയോടെ ചോദിച്ചു. അവൾ അറിയാതെ തന്നെ മൂളിപ്പോയി. അതാണ്. അപ്പോൾ എന്നാ മോള് വാ, ഏട്ട കുളിപ്പിച്ചു തരാം നിന്നെന്ന്, അവൻ ഒറ്റക്കണ്ണിറുക്കി കുസൃതിയോടെ അവളോട് പറഞ്ഞു. മിത്ര ഞെട്ടിപ്പോയി. എന്താടി ഭാര്യ ഒന്നും മിണ്ടാത്തത്? വാ, ഞാൻ കുളിപ്പിച്ചു തരാം, അവൻ പറഞ്ഞു. വേണ്ട, മിത്ര പേടിയോടെ പറഞ്ഞു. അപ്പോഴേക്കും അവൻ്റെ നെഞ്ചിലേക്ക് മുഖമമർത്തി കണ്ണുകൾ അടച്ചു നിന്നിരുന്നു അവൾ. ആരെങ്കിലും കാണും, അവൾ കണ്ണു തുറക്കാതെ തന്നെ വിറയലോടെ പറഞ്ഞു. അവൻ ചുറ്റുമൊന്ന് നോക്കി. വീടിന് ചുറ്റും വലിയ മതിൽ കെട്ടിയിട്ടുണ്ട്. തൊട്ടപ്പുറത്ത് വീടൊന്നുമില്ല താനും. പിന്നെ ഇവളിത് ആര് കാണുന്നാ പറയുന്നത്, അവൻ മനസ്സിൽ ചിന്തിച്ചു. അവൻ്റെ ഭാഗത്തു നിന്ന് അനക്കമൊന്നും കാണാഞ്ഞതും അവൾ പതിയെ കണ്ണുകൾ തുറന്ന് അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവളെ തന്നെ ഇമച്ചിമ്മാതെ നോക്കി നിൽക്കുകയായിരുന്നു അവൻ അപ്പോൾ. പെട്ടെന്ന് കിട്ടിയ ധൈര്യത്തിൽ അവൾ അവനെ പുറകിലേക്ക് തള്ളി ബാത്റൂമിലേക്ക് ഓടിക്കയറി വാതിലടച്ചു. ശിവ ഒന്ന് പുറകിലേക്ക് നീങ്ങിപ്പോയെങ്കിലും അപ്പോഴും അവൻ്റെ ചുണ്ടിൽ അതേ കള്ളച്ചിരി ഉണ്ടായിരുന്നു. പെട്ടെന്നുള്ള ആവേശത്തിൽ ചെയ്തു പോയതാ, വേണ്ടായിരുന്നു. ഇങ്ങനെ നിന്നെ കൊല്ലുവോ? തള്ളി മാറ്റരുതെന്ന് പറഞ്ഞിട്ടുള്ളതാ, അവൾ മുകളിലേക്ക് നോക്കി ചിന്തിച്ചു. പിന്നെ ചിരിയോടെ കയ്യിലുള്ള ഡ്രസ്സെല്ലാം ഹാങ്ങറിൽ തൂക്കി
അവളുടെ ഡ്രസ്സുകളെല്ലാം അഴിച്ചുമാറ്റി വെള്ളം തുറന്ന് ഷവറിന് ചുവട്ടിൽ നിന്നു. ശിവ പുറത്തുനിന്നും ചിരിയോടെ അവൻ്റെ ഫോണിൽ നിന്നും ഇന്നെടുത്ത ഫോട്ടോകൾ നോക്കുകയായിരുന്നു ആ സമയം. ദത്തേട്ടാ, മിത്ര അലറിക്കൊണ്ട് വിളിച്ചു. ശിവ ഞെട്ടിപ്പോയി. അവൻ പെട്ടെന്ന് ഫോണെടുത്ത് മുണ്ടു നീക്കി ഷോർട്സിൻ്റെ പോക്കറ്റിലിട്ട് ബാത്റൂം ഡോറിൻ്റെ അടുത്തേക്ക് നടന്നു. മിത്ര, അവൻ വിളിച്ചു. അകത്തു നിന്നും ശബ്ദമൊന്നും കേൾക്കാനില്ല. അവൻ്റെ ഉള്ളിൽ ആകുലത നിറഞ്ഞു. മിത്ര, എടി എടി എന്താ? അവൻ ഡോറിൽ തട്ടിക്കൊണ്ട് ഉറക്കെ ചോദിച്ചു. ദത്തേട്ടാ, മിത്ര ഉറക്കെ കരഞ്ഞു. അവൻ്റെ ഉള്ളൊന്ന് ആളി. മിത്ര, എന്താ? എടി, വാതിൽ വാതിൽ തുറക്ക്. അവൻ ഡോറിൽ ശക്തമായി തട്ടി. ഇല്ല, അവൾ തുറക്കുന്നില്ല. പക്ഷേ അകത്തു നിന്നും അവളുടെ പേടിയോടെയുള്ള കിതപ്പ് കേൾക്കുന്നുണ്ട്. ശിവ പെട്ടെന്ന് ഡോറിൽ ആഞ്ഞു ചവിട്ടി. ലോക്കിളകി ഡോർ അവന് മുന്നിൽ തുറന്നു വന്നു. അവൻ പെട്ടെന്ന് അതിനുള്ളിലേക്ക് ഓടിക്കയറി. മിത്ര, അവൻ വിളിച്ചുകൊണ്ട് ചുറ്റും നോക്കി. ഷവറിന് ചുവട്ടിൽ ശരീരം മുഴുവൻ നനഞ്ഞു നിൽക്കുന്ന മിത്രയെ കണ്ട് ശിവ ഞെട്ടിപ്പോയി. അവളുടെ ശരീരത്തിൽ ഒരു വസ്ത്രം പോലും ഇല്ലായിരുന്നു. പെട്ടെന്ന് അവനെ അവിടെ കണ്ടപ്പോൾ അവളും ഒന്ന് ഞെട്ടിപ്പോയിരുന്നു. പക്ഷെ അപ്പോഴും അവളുടെ കണ്ണുകൾ ബാത്റൂമിൻ്റെ ചുമരിലായി അള്ളിപ്പിടിച്ചു നിൽക്കുന്ന പല്ലിയിലായിരുന്നു. ഒരു പാറ്റയെ പിടിച്ചുകൊണ്ട് അത് താഴേക്ക് വീണു. അയ്യോ ദത്തേട്ടാ! മിത്ര നിലവിളിച്ചുകൊണ്ട് അവൾക്കടുത്തേക്ക് എത്തിയ ശിവയെ കെട്ടിപ്പിടിച്ചു. ദത്തേട്ടാ, പാറ്റ പാറ്റ പിന്നെ പല്ലി പല്ലി എനിക്ക്, അവൾ വിറയലോടെ പറഞ്ഞു. അവളുടെ വിറച്ചുകൊണ്ടുള്ള ശബ്ദം കേട്ടപ്പോഴാണ് ശിവ പെട്ടെന്ന് സ്വബോധത്തിലേക്ക് വന്നത്. അവൾ നിലവിളിച്ചത് എന്തിനാണെന്ന് അവന് ഇപ്പോഴാണ് മനസ്സിലായത്. അവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. അവൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ പുറകിലേക്ക് തിരിഞ്ഞു നോക്കി. കാലുകൊണ്ട് നിലത്തൊന്ന് കൊട്ടിയതും പല്ലി ഓടിപ്പിടച്ച് അവിടെ നിന്നും പാഞ്ഞുപോയി. അവന് ചിരി വന്നു. ഇതിനെ കണ്ടിട്ടാണ് ഈ പെണ്ണ് ഇങ്ങനെ കരഞ്ഞത്? മിത്ര, അവൻ അവളുടെ ചെവിക്കരികിൽ പോയി ആർദ്രമായി വിളിച്ചു. അവൾ തേങ്ങിക്കൊണ്ട് മൂളി. അത് പോയി പെണ്ണെ, ഇങ്ങനെ പേടിക്കല്ലേ, അവൻ കുറുമ്പോടെ പറഞ്ഞു. പോയി ദത്തേട്ടാ, സത്യം സത്യമാണോ? അവൾ പേടിയോടെ തന്നെ ചോദിച്ചു. ആടി പെണ്ണെ, പോയി, അവൻ വീണ്ടും പറഞ്ഞു. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ്റെ നോട്ടവും അവളുടെ മുഖത്ത് തന്നെ ആയിരുന്നു. അവൾ അവനിൽ നിന്നും കുറച്ചകന്ന് നിന്നുകൊണ്ട് പുറകിലേക്ക് നോക്കി. ഹായ്, അത് പോയി ദത്തേട്ടാ, എനിക്ക് പേടിയാ, അവൾ ആശ്വാസത്തോടെ പറഞ്ഞുകൊണ്ട് നെഞ്ചിൽ കൈവച്ചു. ശിവയിൽ നിന്നും പക്ഷേ മറുപടി ഒന്നും വന്നില്ല. അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. പക്ഷേ അവൻ്റെ നോട്ടം തന്നിലാണെന്ന് കാണവേ മിത്ര നെറ്റി ചുളിച്ചുകൊണ്ട് സ്വയം ഒന്ന് നോക്കി. അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു. നെഞ്ചിൽ വെള്ളിടി വെട്ടി. തുടരും.